Hi students, now we are going to discuss the chapter One Child, One Teacher, One Pen and One Book Can Change the World. There are some people in our society who raised their voice for their rights and also for bringing about positive changes in the society. Malala Yousafzai is one among them. She is the girl who stood up for education and suffered for that. Let's read the speech of Malala, which she delivered at the UN General Assembly. നമുക്കിവിടെ തന്നിട്ടുള്ളത് മലാല യൂസഫ്സായുടെ UN അസംബ്ലിയിൽ നടത്തിയിട്ടുള്ളൊരു സ്പീച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും മലാല യൂസഫ്സായെക്കുറിച്ച് അറിയാമല്ലേ? സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു എഡ്യൂക്കേഷന് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു ധീര വനിതയാണ് മലാല യൂസഫ്സായ്. 2012 ഒക്ടോബർ 9 അവൾക്ക് നേരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഒരു വധശ്രമം ഉണ്ടാവുകയും അങ്ങനെ അതിനു വേണ്ടി അവൾ അത് തരണം ചെയ്യുകയൊക്കെ ചെയ്തു. എന്തിനാണ് അവരെങ്ങനെ നടത്തിയത്? വധശ്രമം നടത്തിയത് എന്തിനാണ്? എഡ്യൂക്കേഷന് വേണ്ടി അവൾ പോരാടിയില്ലേ? കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ എഡ്യൂക്കേഷനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കി അതിനെതിരെ അത് നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിച്ചു. അപ്പോഴാണ് താലിബാൻ ഭീകരാക്രമണവാദികളുടെ വധശ്രമം അവൾക്ക് നേരെ ഉണ്ടായത്. അപ്പോൾ 2012 ഒക്ടോബർ 9 ആ വധശ്രമം നടന്നത്. 2012 നവംബർ 10 മലാല ഡേ ആയിട്ട് ആചരിക്കുന്നു. മലാല യൂസഫ്സായ് ഒരു പാകിസ്ഥാൻ ആക്ടിവിസ്റ്റാണ്. അവൾ താലിബാന് എതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലാല 2009 അതായത് അവളുടെ 11ാം വയസ്സിൽ BBC-ക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോഗൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ധീര വനിതയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശത്രുക്കളെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഒരുപോലെ എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി പ്രയത്നിച്ച ഒരു ധീര വനിത കൂടിയാണ് മലാല യൂസഫ്സായ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. ആദ്യം നമുക്ക് ഹെഡിങ് വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് വെച്ചാൽ ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു പെൻ, ഒരു പുസ്തകം, ഇതിനൊക്കെ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതായത് എഡ്യൂക്കേഷൻ അത്രയും പവറാണ് അല്ലേ? റെസ്പെക്റ്റഡ് എൽഡേഴ്സ് and my dear brothers and sisters, today it's an honor for me to be speaking again after a long time. Being here with such honorable people is a great moment in my life. വീണ്ടും ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്ന് തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു ബഹുമതിയാണ്, എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഓണറബിൾ ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെ, മഹത് വ്യക്തിത്വങ്ങളുടെ കൂടെ ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നതൊക്കെ മലാല ജീവിതത്തിലെ വളരെ നല്ല നിമിഷങ്ങളാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത്. I don't know where to begin my speech. I don't know what people would be expecting me to say. എന്ത് പറയണം എന്നെനിക്കറിയില്ല. അതായത് ജനങ്ങൾ എന്നിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നും എനിക്ക് അറിയില്ല. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു ഗോഡ് ഫോർ ഹൂം we all are equal, and thank you to every person who has prayed for my fast recovery and a new life. അങ്ങനെ എന്നിട്ട് പിന്നെ പറയാണ്, പിന്നെ ദൈവത്തിനുള്ള നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഈക്വലാണ് അല്ലേ? എല്ലാവരും തുല്യരാണ്. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയാണ്. അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി, മലാലയ്ക്ക് വേണ്ടി, അവളുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. I cannot believe how much love people have shown me. I have received thousands of good wish cards and gifts from all over the world. Thank you to all of them. Thank you to the children whose innocent words encouraged me. Thank you to my elder whose prayers strengthened me.
പിന്നീട് പറയുന്നത് ഒരുപാട് വ്യക്തികൾ മലാലയ്ക്ക് അവളുടെ ഗുഡ് വിഷസ് അറിയിച്ചുകൊണ്ട്, അതായത് ഇങ്ങനൊരു പോരാട്ടത്തിൽ താലിബാനെതിരെ പ്രതിഷേധിക്കുകയും അങ്ങനെ അവൾക്ക് വധശ്രമം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ അവളുടെ റിക്കവറി, അവൾക്ക് ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൾക്ക് നല്ല ഗുഡ് വിഷസ് കാർഡ്സ് ഒരുപാട് പേര് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ അല്ലേ, അവരൊക്കെ അവളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അവളെ നന്ദി പറയുന്നു. Dear brothers and sisters, do remember one thing. Malala Day is not my day. Today is the day of every woman, every boy and every girl who has raised their voice for their rights. എന്നിട്ട് പിന്നെ പറയാണ്, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു റിമെമ്പർ വൺ തിങ്. നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം. മലാല ഡേ എന്ന് പറയുന്നത് അത് അവളുടെ ദിനം മാത്രമല്ല, മലാലയുടെ ഒരു ദിവസം മാത്രമല്ല. അത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ പുരുഷന്മാരുടെയും എല്ലാ പെൺകുട്ടികളുടെയും ഒക്കെ ദിവസമായിട്ടാണ് മലാല ഡേ എന്നുള്ളത്. There are hundreds of human rights activists and social workers who are not only speaking for human rights but who are struggling to achieve their goals of education, peace and equality. പിന്നെ പറയുന്നത് there are hundreds of human rights activists അല്ലേ, ഒരുപാട് നൂറുകണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. അവർ പോരാടുന്നത് വെറും മാനുഷിക അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ്റെ അവകാശങ്ങൾക്കും അതുപോലെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എഡ്യൂക്കേഷനും പീസ് ആൻഡ് ഇക്വാലിറ്റിയിലെ വിദ്യാഭ്യാസത്തിനും സമാധാനത്തിനും സമത്വത്തിനുമൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകി അതിനൊക്കെ പോരാടുന്ന ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുണ്ട്. Thousands of people have been killed by the terrorists and millions have been injured. I am just one of them. ആയിരക്കണക്കിന് ആളുകൾ ടെററിസ്റ്റുകൾ അവരെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മില്യൺസിന് ഇഞ്ചുർ പറ്റിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഐ ആം ജസ്റ്റ് വൺ ഓഫ് ദം. ഞാൻ അവരിൽ പെട്ട ഒരാൾ മാത്രമാണ് അല്ലേ. Dear sisters and brothers, we realize the importance of light when we see darkness. We realize the importance of voice when we are silenced. പിന്നെ പറയുന്നത്, നമ്മൾ ഇരുട്ടിലാവുമ്പോഴാണ് നമ്മൾ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ മറ്റുള്ളവർ നിശബ്ദരാക്കുമ്പോഴാണ് നമ്മൾ ശബ്ദത്തിൻ്റെ വില തിരിച്ചറിയുന്നത്. In the same way, when we were in Swat, the north of Pakistan, we realized the importance of pens and books when we saw the guns. അതുപോലെ തന്നെയാണ് നമ്മൾ ഇരുട്ടിലാകുമ്പോൾ വെളിച്ചത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ് ഇവർ പാകിസ്ഥാനിലെ സ്വാത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുമ്പോൾ അവർ തോക്കുകൾക്ക് മുൻപിലായിരുന്നു, അതായത് ടെററിസ്റ്റുകളുടെ ഭീഷണിക്ക് മുന്നിലായിരുന്നു. അപ്പോഴാണ് ഇവർ പേനകളുടെയും പുസ്തകത്തിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. The wise saying, the pen is mightier than the world, the sword, was true. അതായത് പേന വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് എന്ന് പറയുന്നത് ശരിയാണ്. The extremists are afraid of books and pens. തീവ്രവാദികൾക്ക് അവർക്ക് പുസ്തകത്തെയും പേനയും ഒക്കെ പേടിയാണ്. The power of education frightens them. എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ശക്തി അത് അവരെ പേടിപ്പെടുത്തുന്നു. ദേ ആർ അഫ്രൈഡ് ഓഫ് വുമൻ. ടെററിസ്റ്റുകൾക്ക് സ്ത്രീകളെ പേടിയാണ്. ദ പവർ ഓഫ് ദ വോയിസ് ഓഫ് വുമൻ ഫ്രൈറ്റൻസ് ദം. സ്ത്രീകളുടെ വാക്കിൻ്റെ ആ ശക്തി അത് ടെററിസ്റ്റുകളെ ഭയപ്പെടുത്തുന്നു. ഹോണറബിൾ സെക്രട്ടറി ജനറൽ, peace is necessary for education. In many parts of the world, terrorism was and conflicts stop children from going to schools. We are really tired of these wars. എന്നിട്ട് പിന്നെ പറയുന്നത് പീസ് ഇസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ അല്ലേ.
സമാധാനം വിദ്യാഭ്യാസത്തിന് അത്യാവശ്യമാണ്. നമുക്ക് മനസ്സമാധാനമായിട്ടൊന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ടെററിസ്റ്റ് വാറുകളുടെ ഇടയിൽ അല്ലേ, യുദ്ധത്തിൻ്റെ ഇടയിൽ പെട്ടാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നമ്മളെ പഠനത്തിന് അത്യാവശ്യമാണ്. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ടെററിസം, വാർസ് ആൻഡ് കോൺഫ്ലിക്റ്റ് സ്റ്റോപ്പ് ചിൽഡ്രൻ ഫ്രം ഗോയിങ് ടു സ്കൂൾ. അല്ലേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പല കുട്ടികളെയും തീവ്രവാദങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങൾ, സംഘട്ടനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികളെ സ്കൂളിൽ പോകുന്നത് വിലക്കിയിട്ടുണ്ട്. കാരണം അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊന്നും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല. Women and children are suffering in many parts of the world in many ways. സ്ത്രീകളും കുട്ടികളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ രീതിയിൽ അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. Many innocent and poor children are victims of child labor. Young girls have to do domestic child labor and are forced to get married at an early age. ഒരുപാട് കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ ചൈൽഡ് ലേബറിന് അല്ലേ, ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ബാലവേലക്ക് വിധേയമാകുന്നു. അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികൾ അവർ ഒരുപാട് വീട്ടുജോലികൾ ചെയ്യാനും അതുപോലെ തന്നെ ഏർലി ഏജിൽ, അതായത് ചെറുപ്പകാലത്ത് തന്നെ കല്യാണം കഴിച്ചു പോവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ അവർ കഷ്ടതകൾ അനുഭവിക്കുന്നു. പോവർട്ടി, ഇഗ്നോറൻസ്, injustice, racism and deprivation of basic rights are the main problems faced by both men and women. Poverty, ദാരിദ്ര്യം, ignorance, അവഗണന, injustice, അനീതി, racism, വർഗീയത and the deprivation of basic rights. അടിസ്ഥാന അവകാശങ്ങളുടെ ഇല്ലായ്മ ചെയ്യൽ, അതായത് ഉന്മൂലനം ചെയ്യൽ, നമ്മുടെ ബേസിക് റൈറ്റ്സിനെ തടഞ്ഞു വെക്കൽ, ഇത്രയും കാര്യങ്ങൾ പുരുഷനും സ്ത്രീയും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. Dear fellows, today I am focusing on women's rights and girls' education because they are suffering the most. ഇന്ന് മലാല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുമാണ്. കാരണം അവരാണ് കൂടുതൽ അനുഭവിക്കുന്നത്, അവരാണ് കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. സ്ത്രീകളും പെൺകുട്ടികളുമാണ് കൂടുതലായും ചൂഷണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മലാല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ്. There was a time when women social activists asked men to stand up for their rights. പണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സ്ത്രീകളായിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ അവർ പുരുഷന്മാരോട് പറയുമായിരുന്നു, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ അവരുടെ സഹായം തേടുമായിരുന്നു. സ്ത്രീകളായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ പുരുഷന്മാരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരോട് സ്ത്രീകൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി പറയുമായിരുന്നു. ബട്ട് ദിസ് ടൈം വി വിൽ ഡു ഇറ്റ്സ് ബൈ അവർ സെൽഫ്. പക്ഷേ ഇപ്പോൾ അത് നമ്മൾ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടണം. ഐ എം നോട്ട് ടെല്ലിങ് മെൻ ടു സ്റ്റെപ്പ് അവേ ഫ്രം സ്പീക്കിംഗ് ഫോർ വിമൻസ് റൈറ്റ്. റാദർ ഐ എം ഫോക്കസിങ് ഓൺ വിമൻ ടു ബി ഇൻഡിപെൻഡൻറ്റ്, ടു ഫൈറ്റ് ഫോർ ദംസെൽവ്സ്. എന്നിട്ട് പിന്നെ മലാല പറയുന്നത് സ്ത്രീകൾ തന്നെ സ്വയം പോരാടണമെന്നാണ്. ഇതുകൊണ്ട് അവൾ ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരോട് ഒരിക്കലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണ്ട എന്ന് പറയുകയല്ല, മറിച്ച് സ്ത്രീകളെ അതിന് കഴിവുള്ളവരാക്കി തീർക്കുകയാണ്. സ്വതന്ത്രരായി സ്ത്രീകൾ തന്നെ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം എന്നാണ് പറയുന്നത്. Dear sisters and brothers, now it's time to speak up. എല്ലാ സഹോദരങ്ങളോടും, അതായത് എല്ലാവരോടും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. It's a time to speak up. We call upon the world leaders that all the peace deals must protect women's rights and children's rights.
A deal does not that does against a deal that goes against the dignity of women and their right is unacceptable. പിന്നീട് പറയുന്നത് ലോക നേതാക്കളോട് അല്ലേ, നമ്മുടെ നേതാക്കളോട് പറയുന്നതാണ്, ഒരു പീസ് ഡീൽ അല്ലേ, സമാധാനപരമായിട്ടുള്ള ഒരു ഉടമ്പടി, അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം. A deal that goes against the dignity of women and their right is unacceptable. സ്ത്രീയുടെ മഹത്വത്തിനെയും അന്തസ്സിനെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു കരാറും ഒരു ഉടമ്പടിയും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. We call upon all the governments to ensure free compulsory education for every child over the world. എന്നിട്ട് പിന്നെ പറയാണ് ഗവൺമെൻറ്റിനോട് എന്ത് ഉറപ്പാക്കണം, സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം, എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന് പറയാണ്. We call upon the developed nations to support the expansion of educational opportunities for girls in the developing world. പിന്നീട് പറയുന്നത് വികസിത രാജ്യങ്ങളോട് പറയുകയാണ്, വികസ്വര രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ അവസരങ്ങൾക്ക്, പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാനോ ഒന്നുകൂടി വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി വികസ്വരരായിട്ടുള്ള രാജ്യങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിനോട് ഡെവലപ്പിംഗ് വേൾഡിനെ സപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. We call upon all communities to be tolerant, to reject prejudices based on caste, creed, religion or gender, to ensure freedom and equality for women so that they can flourish. പിന്നീട് പറയുന്നത് എല്ലാ സമൂഹത്തിലെയും, നമ്മുടെ സമൂഹത്തിലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ ഈ ബിലീഫിൽ ഒരുപാട് വേണ്ടാത്തതായിട്ടുള്ളൊക്കെ ഒരു ആചാരങ്ങളോ അനാചാരങ്ങളോ ഒക്കെ ഉണ്ട്. റിലീജിയൻ ബേസ്ഡ് ആണെങ്കിലും ജെൻഡർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഓരോന്ന് ചെയ്യാം, സ്ത്രീകൾക്ക് അത് ചെയ്യരുത്, അങ്ങനെയുള്ള ഒരുപാട് കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. ടു എൻഷുർ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ഫോർ വിമൻ സോ ദാറ്റ് ദേ ക്യാൻ ഫ്ലറിഷ്. എന്തിനാണതൊക്കെ? എൻഷുർ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി അല്ലേ, സ്ത്രീകൾക്കുമുണ്ട് സ്ത്രീകളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ അവർക്കും വേണം. എന്നാൽ മാത്രമേ അവർക്ക് ഒന്നുകൂടി ഇങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലറിഷ് എന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്യുക അല്ലേ. വി കനോട്ട് ഓൾ സക്സീഡ് വെൻ എ ഹാഫ് ഓഫ് അസ് ആർ ഹെൽഡ് ബാക്ക്. അതായത് സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് പുരുഷന്മാരെ മാത്രം നന്നാക്കി എടുത്താൽ ഒരിക്കലും നമുക്ക് 100% വിജയം നമുക്ക് കൈവരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം തന്നെയാണ്. We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. അതുപോലെ തന്നെയാണ് ഓരോ പെൺകുട്ടിയും അവൾ ധീരയായി മാറുകയും അവളിലെ കഴിവുകൾ സ്വയം കണ്ടെത്തുകയും വേണം അല്ലേ. എന്നാൽ മാത്രമേ അവൾക്ക് കൂടുതൽ ശക്തിയോടെ മുന്നേറാൻ കഴിയുകയുള്ളൂ. Dear brothers and sisters, we want schools and education for every child's bright future. We will continue our journey to our destination of peace and education for everyone. No one can stop us. We will speak for our rights and we will bring change through our voice. We must believe in the power and the strength of our words, and our words can change the world. പിന്നീട് പറയുന്നത് കുട്ടികളുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്കൂളുകളും വിദ്യാഭ്യാസവും എല്ലാം അത്യാവശ്യമാണ്. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് അല്ലേ, നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഭാവിയിലേക്ക് കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടത് സ്കൂളും വിദ്യാഭ്യാസവും തന്നെയാണ്.
We will continue our journey toward our destination of peace and education for everyone. അല്ലേ? എല്ലാവർക്കും വിദ്യാഭ്യാസവും സമാധാനവും ഉറപ്പുവരുത്തുക എന്നുള്ള നമ്മളുടെ യാത്ര ഇനിയും ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇനിയും യാത്ര തുടരും. ഒരാൾക്കും നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനോ അത് നിർത്താനോ കഴിയുകയില്ല. We will speak for our rights and we will bring changes through our voice. നമ്മൾ നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും നമ്മളുടെ ശബ്ദത്തിലൂടെ ഒരു മാറ്റം വരുത്തുകയും ചെയ്യും. അല്ലേ? ഈ ലോകത്തെ തന്നെ നമ്മൾ മാറ്റിമറിക്കുകയും ചെയ്യും. We must believe in the power and strength of our words. നമ്മുടെ വാക്കുകളുടെ ശക്തിയും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നു, അതിൽ നമ്മൾ വിശ്വസിക്കണം. Our words can change the world. നമ്മളുടെ ഓരോ വാക്കിനും ലോകത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. Because we are all together united for the cause of education, and if we want to achieve our goal, then let's empower ourselves within the weapon of knowledge, and let us shield ourselves with unity and togetherness. കാരണം നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരേ ഒരു കാരണത്തിനാണ്, അല്ലേ? ഒരൊറ്റ കാരണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് വിദ്യാഭ്യാസം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയും. നമ്മളുടെ ഗോൾ, അല്ലേ? നമ്മുടെ ലക്ഷ്യം നമുക്ക് എത്തിച്ചേരാൻ കഴിയും. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice, and ignorance. We must not forget that millions of children are out of schools. We must not forget that our sisters and brothers are waiting for a bright, peaceful future. പിന്നീട് പറയുന്നത് എന്താണ്? നമ്മളാരും ഒരു കാര്യം മറന്നു പോകരുത്. എന്താണത്? ഒരുപാട് ആളുകൾ പോവർട്ടിയും ദാരിദ്ര്യവും അനീതിയും അവഗണനയും എല്ലാം സഹിച്ച് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവരെയൊന്നും നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇന്നും സ്കൂളിൽ പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എല്ലാവരുടെയും നല്ല ഭാവിക്ക്, അല്ലേ? നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഭാവി, അവരുടെ സമാധാനപരമായിട്ടുള്ള നല്ല നാളേക്ക് നമ്മൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ മറക്കരുത്. നമ്മളെല്ലാവരും അതിനു വേണ്ടി പോരാടണം. So let us wage a global struggle against illiteracy, poverty and terrorism, and let us pick up our books and pens. They are our most powerful weapons. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ശബ്ദം ചെയ്യാം, അല്ലേ? ഒരു ഗ്ലോബൽ സ്ട്രഗ്ലിങ്ങിന്, ഒരു ലോക പോരാട്ടത്തിന് വേണ്ടി നമുക്ക് ഇവിടെ ശബ്ദം ചെയ്യാം. എന്തിനെതിരെയുള്ള പോരാട്ടമാണിത്? ഇല്ലിറ്ററസി, അല്ലേ? അതായത് അരക്ഷരത എന്നൊക്കെ നമ്മൾ പറയും, വിദ്യാഭ്യാസമില്ലാത്ത ഒരു അവസ്ഥ, പോവർട്ടി, ദാരിദ്ര്യം ആൻഡ് ടെററിസം, തീവ്രവാദം, ഇതിനെല്ലാം എതിരെ നമുക്ക് പോരാടാം. ലെറ്റ്സ് പിക്കപ്പ് അവർ ബുക്സ് ആൻഡ് പെൻസ്, അല്ലേ? നമുക്ക് നമ്മുടെ പെന്നും പുസ്തകവും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കൈകളിലെടുക്കാം. ദി ആർ ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. അതാണ് നമ്മളുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് നമ്മുടെ പെന്നും പുസ്തകങ്ങളുമാണ്. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. എഡ്യൂക്കേഷൻ ഫസ്റ്റ്, അല്ലേ? എല്ലാത്തിനുമുള്ള ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. അത് തന്നെയാണ് നമ്മൾ ആദ്യം നേടേണ്ടത്. അപ്പോൾ ഇതാണ് മലാല യൂസഫ്സായിയുടെ UN അസംബ്ലിയിൽ പറഞ്ഞ ആ ഒരു സ്പീച്ച് ഇതാണ്. ഓക്കെ. Malala Yousafzai is a Pakistan activist for female education and the youngest ever Nobel Prize recipient. She is known mainly for human rights advocacy, for education and for women in her native Swat Valley, where girls were at a time not allowed to attend schools. Yousafzai's advocacy has grown into an international movement. ഒരു പാകിസ്ഥാനി ആക്ടിവിസ്റ്റാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി നോബൽ പ്രൈസ് നേടിയൊരു ധീര വനിതയാണ്. ഓക്കെ.